ഞാൻ ആദ്യമായിട്ട് ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ഇത് ദോഹ എയർപോർട്ടിലെ ഞങ്ങളുടെ ലഞ്ചാണ്. ഒരു സ്പെഷ്യൽ വിഭവം രാമൻ. ഒന്ന് കഴിക്കട്ടെ കേട്ടോ. അതായത് എന്തോ ഒരു സാധനം തിളയ്ക്കുമോ. ഞാൻ ആദ്യം വിളിച്ചത് ഓയിൽ എന്തോ ഫ്രൈ ചെയ്യായിട്ടേക്കുവാണ്. അപ്പോൾ അതിൽ നിന്ന് കുറേ കോരി അവർ ഈ നൂഡിൽസ് ഈ സംഭവങ്ങളെല്ലാം കൂടുതൽ നൂഡിൽസാണ് സംഭവങ്ങളെല്ലാം എടുത്തിട്ട് ഇത് കണ്ടില്ല ഇതിനകത്തോട്ട് ഒഴിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത്രയും വേണ്ട. അപ്പോൾ ദാസേട്ടൻ സാൻഡ്വിച്ച് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ദാസേട്ടൻ ചിക്കൻ കഴിക്കും, പക്ഷേ അത് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുന്ന ഒരു മസാല കിട്ടത്തില്ല, ആ മസാല തിളപ്പിച്ചെടുത്ത് ഒഴിക്കുന്നതാണ്. അപ്പോൾ അത് ആ ചൂട് കൊണ്ട് തന്നെ ഇതങ്ങ് വേഗം. അപ്പോൾ ഞാൻ കഴിച്ചത് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങില്ല, ഫ്ലൈറ്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടും, പക്ഷേ ലേറ്റ് ആകത്തില്ല. അപ്പോൾ വിശം കിടും. എന്തായാലും കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, സോറി, ചോപ്സ്റ്റിക്ക് തന്നിട്ടുണ്ട്. ഈ ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ എല്ലാം കഴിച്ചു. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ചിരിക്കും. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ചോപ്സ്റ്റിക്കിലെടുത്തപ്പോഴേ അതെല്ലാം പോയി തന്നെ. ഓക്കെ, ചോപ്സ്റ്റിക്ക് വെച്ച് എന്നിട്ട് ഇതിനകത്ത് കുറേ വെള്ളമുണ്ട്, അത് കുടിക്കാനാണ് ഇത്. ഞാൻ കൊള്ളാം, രസമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മറ്റേ ഇത് വാങ്ങിക്കത്തില്ലേ, നൂഡിൽസ് കപ്പിനകത്ത് വെച്ചിട്ട് തിളച്ച് വെള്ളം ഒഴിച്ച് കഴിക്കത്തില്ലേ, അതാണ് സംഭവം. ഇതിനിവിടെ 53 ഖത്തർ റിയാൽ എടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം. നാട്ടിൽ ചായക്ക് എയർപോർട്ടിൽ 160 രൂപ, പിന്നെ ഫ്ലൈറ്റിൽ കയറി ഒരു കട്ടൻ ചായ കുടിച്ചപ്പോൾ 200 രൂപ. ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് ഇത് എത്ര രൂപയാ? പിന്നെ എയർപോർട്ടിൽ കേരള നാട്ടിൽ എയർപോർട്ടിൽ ചായക്ക് 160 രൂപയാണ്, ഫ്ലൈറ്റിൽ 200 രൂപ. ദോഹ ടു മാഞ്ചസ്റ്റർ ഫ്ലൈറ്റിൽ ഞങ്ങൾ എൻബോർഡായി. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു ബ്രിട്ടീഷർ തന്നെയാണ് ഇരുന്ന്. എന്നിട്ട് ഞങ്ങൾ എല്ലാം നല്ല ഫ്ലൈറ്റാണ്, കുഴപ്പമില്ല. പക്ഷേ ദുബായ് ടു ദോഹ ഫ്ലൈറ്റായിരുന്നു ബെറ്റർ. അങ്ങനെ എനിക്ക് വിൻഡോ സീറ്റ് തന്നെയായിരുന്നു. ദസയുടെ നടുക്കിരുന്നു. 2:25 ടേക്ക് ഓഫ്. അന്നേരം തന്നെ എനിക്ക് വിശപ്പ് തുടങ്ങി കേട്ടോ, നന്നായിട്ട്. കാരണം ആ നൂഡിൽസിൻ്റെ ആ ഒരു രാമൻ കഴിച്ചതല്ലാതെ വേറൊന്നും കഴിച്ചില്ല. അപ്പോൾ കയറിയ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജ്യൂസ് സപ്ലൈ ചെയ്തു, ഒരു ചിപ്സും കൊണ്ടു തന്നു. അല്ലാതെ ലിക്വറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലേഡീസിന് ജ്യൂസാണ്, ആവശ്യമുള്ളവർക്ക് എന്ത് വേണോ കൊടുക്കും. ഞാൻ ഓറഞ്ച് ജ്യൂസ് പ്രിഫർ ചെയ്ത്, എനിക്കിഷ്ടമാണ് ഓറഞ്ച് ജ്യൂസ്. എപ്പോഴും ഞാൻ ഓറഞ്ച് ജ്യൂസ് തന്നെ കഴിക്കും. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ട്രേ ഉണ്ടാകും. ഇതിനകത്ത് പവർ പ്ലഗ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ സിനിമ കാണാം. ഇത് കഴിച്ചുകൊണ്ട് തന്നെ ഞാനൊരു ഫിലിം ഇട്ടിട്ട് അത് കണ്ടു. അങ്ങനെ ഞാൻ ടോട്ടൽ 3 സിനിമ കണ്ടു കേട്ടോ അതിനകത്തുനിന്ന്. അപ്പോൾ പിന്നെ ഒരു 1 hour 45 minutes മാത്രമേ ഉള്ളായിരുന്നു. അതിലൊരു 1 hour ഞാൻ ഉറങ്ങി. അങ്ങനെ ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കയറുമ്പോൾ വിൻഡോ ഡാർക്കായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ. പിന്നെ അവിടെ ഒരു സ്വിച്ച് കണ്ടു, അതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ബ്രൈറ്റ്നസ് ഡാർക്ക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഇനി കയറുന്നവർ ശ്രദ്ധിക്കുക. സാധാരണ എല്ലാ ഫ്ലൈറ്റിലും നമ്മൾ വിൻഡോ പിടിച്ച് താഴ്ത്താനും ഉയർത്താനും പറ്റും. ഇവിടെ അങ്ങനെ ഒരു സംവിധാനമില്ല. ഈ സ്വിച്ചാണ് അതിൻ്റെ കൺട്രോളായിട്ട് വർക്ക് ചെയ്യുന്നത്. ഡയറക്റ്റ്ലി പ്രസ് ചെയ്താൽ
സ്ലോലി അത് ഡാർക്കായിട്ട് വന്ന് കംപ്ലീറ്റ് ക്ലോസ് ആകും. വൈറ്റാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ പുറത്തുള്ള വെളിച്ചം അകത്തേക്ക് കയറും. അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് എടുത്തത്. കാരണം ആദ്യം ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞാൻ പറയില്ല, എനിക്ക് പുറമുള്ള ഒന്നും കാണാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ ഒരു വെള്ളം തന്നിട്ടുണ്ട്. ഇതും കയറിയ ഉടനെ തന്നെ തന്നതാണ്. ഇത് ഞാൻ ലാസ്റ്റ് വരെയും വെച്ചിരുന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ നമ്മളങ്ങ് ഡ്രൈ ആകും അതിനകത്ത്. അത് ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് ലഞ്ചായിട്ട് നമുക്ക് ഫുഡ് വന്നു. സാമാന്യം തിരക്കേടില്ലാത്ത ഫുഡ്. ഞാൻ എപ്പോഴും വെജിറ്റേറിയൻ ഫുഡാണ് പ്രിഫർ ചെയ്യുന്നത്. റൈസ് ആൻഡ് ഗ്രീൻ പീസ് കറി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. സ്വീറ്റ് ഉണ്ടായിരുന്നു. ഇതൊരു സലാഡാണ്. സ്വീറ്റ് കേക്ക്, ചോക്ലേറ്റ് കേക്ക് ഞാൻ കഴിക്കത്തില്ല, ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒരു ബോട്ടിൽ വെള്ളം, ഒരു ബണ്ണ്, ഇതെല്ലാം കൂടി ഉണ്ടായിരുന്നു. ദാസേട്ടൻ നോൺ വെജ് പ്രിഫർ ചെയ്തത് കൊണ്ട് തന്നെ ചിക്കനും റൈസും ആയിരുന്നു. സത്യം പറയാലോ, റൈസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നല്ല ചൂട് റൈസായിരുന്നു. ചിക്കനും നല്ലതായിരുന്നു. അതുമാത്രമാണ് വെജ് ആൻഡ് നോൺ വെജ് ഡിഫറൻസ്. അതിനകത്ത് ചിക്കൻ കാണും. വെജ് ആണെങ്കിൽ 2 കറികളുണ്ടായിരുന്നു. എന്തായാലും ഞാനത് ഫുള്ള് കഴിച്ചു. കേക്ക് മാത്രം ഞാൻ ഒഴിവാക്കി. കേക്കിൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയത് മാത്രമേ ഉള്ളൂ. നല്ല ഫുഡായിരുന്നു, തിരക്കേടില്ലാത്ത. അതിൻ്റെ കൂടെ എനിക്ക് ഓറഞ്ച് ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം ആസ്വദിച്ച് കഴിച്ച ശേഷം ഞാൻ വീണ്ടും ഫിലിമിലേക്ക് തന്നെ മടങ്ങി. ഞങ്ങളുടെ അടുത്തൊരു ബ്രിട്ടീഷറായിരുന്നു, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. കാരണം പുള്ളി ഓൾവേസ് ടി വിയിലായിരുന്നു, ഫിലിം വാച്ച് ചെയ്യുമായിരുന്നു. നമുക്ക് നമ്മുടെ മുന്നിലുള്ള സ്ക്രീനിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഫിലിം കഴിഞ്ഞ ശേഷം ഞാൻ ആ മാപ്പൊക്കെ എടുത്ത് നോക്കി എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ മാഞ്ചസ്റ്ററിൽ എത്തുമ്പോൾ ഫ്ലൈറ്റിൻ്റെ റൂട്ട് കംപ്ലീറ്റ് കാണാം. ഇത് മുകളിൽ നിന്നും നമ്മൾ പോകുന്ന റോഡിൽ അധികം ക്ലിയർ ഇല്ലെങ്കിൽ കൂടി ഓൾവേസ് നമ്മൾ ലാൻഡിൽ കൂടെയാണ് പോകുന്നത്. വളരെ കുറച്ച് പാർട്ട് മാത്രമേ ഉള്ളൂ സീക്ക് മുകളിൽ കൂടെ പോകുന്നത്. അത് ആ മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇത് മുകളിൽ നിന്ന് ഞാൻ എടുത്തത്. നമ്മുടെ നാട്ടിൽ ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും വലിയ പച്ചപ്പ് മരങ്ങളാണ് കാണുന്നത്. ഇവിടെ എപ്പോഴും ഈ ടർഫൊക്കെ ഇട്ട പച്ചപ്പുല്ല് വിരിച്ച മാതിരിയുള്ള ഒരു ഇതാണ് കാണുന്നത്. സിറ്റിയും ഉണ്ട്, അതിനിടയ്ക്കിടയ്ക്ക് സിറ്റികളുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒരാൾക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിൽ കുറേ ഭാഗം ഇങ്ങനെ കീപ്പ് ചെയ്യണം, കുറച്ച് ഭാഗം നമ്മൾ കൃഷി ചെയ്യാം, കുറച്ച് ഭാഗം നമുക്ക് വീട് വയ്ക്കാം, ബാക്കി ഹരിതം ഭംഗി അങ്ങനെ തന്നെ നിലനിർത്തണം. അങ്ങനെയൊക്കെയുള്ള റൂൾസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലായിടത്തും പച്ചപ്പ് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളായിട്ടൊരു പട്ടണമോ ഒരു ഗ്രാമമോ ഇല്ല. ചിലയിടത്ത് ഇങ്ങനെ കൺജസ്റ്റഡായിട്ട് ഉണ്ട്. എങ്കിൽ കൂടി അതിൻ്റെ ചുറ്റുവട്ടത്ത് എല്ലാ മരങ്ങൾ എന്ന് പറയാനില്ല, ഒരു ബുഷായിട്ടുള്ള ചെടികളും പിന്നെ പുല്ല് വിരിച്ച മാതിരി ടർഫ് പോലെ ഉണ്ടാക്കിയിട്ടേക്കുന്ന സ്ഥലങ്ങളുമാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും എൻ്റെ ക്യാമറയ്ക്ക് നന്ദി, ഇത്രയും എനിക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിനേക്കാളും നമ്മൾ ഒറിജിനലായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു ലാൻഡ് കാണുന്നത്. ഇത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുകളിൽ കൂടി നമ്മൾ പോവുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ പട്ടണം തന്നെയാണ്.
എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. എമിഗ്രേഷനല്ല, എന്താണ് കസ്റ്റംസ് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞു. ലഗേജിന് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ടയേർഡായി കേട്ടോ, ശരിക്കും നന്നായിട്ട് ടയേർഡായി. ഫുഡൊക്കെ നല്ലതായിട്ട് കിട്ടി, ജ്യൂസസൊക്കെ കിട്ടി. പക്ഷേ ഈ ലോങ് ട്രാവൽ, ഞങ്ങൾ ദുബായ് ടു ദോഹ വന്ന ഫ്ലൈറ്റ് പോലെ കംഫർട്ടബിൾ അല്ലായിരുന്നു ദോഹ ടു മാഞ്ചസ്റ്റർ. എൻ്റെ പ്രതീക്ഷ ആകെ തകിടം മറിഞ്ഞു. കാരണം ഞാൻ വിചാരിച്ചു മാഞ്ചസ്റ്ററിലേക്ക്, അതായത് യുകയിലേക്ക് വരുന്ന ഈ ഫ്ലൈറ്റ് നല്ലതായിരിക്കുന്നു. പക്ഷേ ഞാൻ കേട്ടിരിക്കുന്നത് ഏറ്റവും നല്ല ഫ്ലൈറ്റുകളാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഖത്തർ എയർവേസിൻ്റെ അത്ര നല്ല ഫ്ലൈറ്റൊന്നും അല്ലായിരുന്നു. അതിനേക്കാൾ നല്ലതായിട്ടാണ് ഞങ്ങൾ ദുബായ് ടു ദോഹ വന്നത്. വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ടോ, ഞങ്ങളുടെ ലഗേജ് വന്നാൽ ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങും.